സ്റ്റീഫൻ ചേട്ടാ, ഇനി വരാൻ പോകുന്ന ഒരാള് സ്റ്റീഫൻ ചേട്ടനെ കാണാൻ വേണ്ടിട്ടാ വരുന്നേ. അത് എന്തിനാന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ സ്റ്റീഫൻ ചേട്ടനെ കാണാൻ വേണ്ടിട്ടാ വരുന്നത്. കുറച്ചു ദിവസമായിട്ട് സ്റ്റീഫൻ ചേട്ടനെ കാണണമെന്ന് പറയുന്നുണ്ട്. പുറത്ത് റെഡിയായി നിന്നപ്പോഴും ആളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് സ്റ്റീഫൻ ചേട്ടനെ കാണാന്നുള്ളതാണ്. എനിക്ക് ഇതിലൊരു ദുരൂഹതയൊക്കെ തോന്നുന്നുണ്ട്. എനിക്കും തോന്നുന്നുണ്ട്, പക്ഷെ എന്താന്ന് എനിക്ക് അറിയില്ലല്ലോ. നമ്മുടെ സെബക്കുട്ടിയാണ് എത്തുന്നത്. വെൽക്കം സെബ മൂൺ ഓൺ സ്റ്റേജ്. ഓ, the green beauty on the stage. ഞാൻ പറയട്ടെ, എനിക്ക് റിമി മോളെ. റിമി മോളോ? ഞാനത് അതെ, നീ തന്നെ പേര് മാറിയതാന്ന് വിചാരിച്ചു. നിനക്കൊരു കോമ്പറ്റീറ്റർ വന്നു. എനിക്ക് സംശയമുണ്ട്. ആ ഡ്രസ്സിനല്ലേ ആ ബ്ലാക്ക്. മോളെ ചക്കര, നിന്നോട് എന്തിനാണ് എനിക്ക് കുശുമ്പ്? നീ ഞങ്ങളുടെ ഇവിടെ ഈ പൂന്തോട്ടത്തിലെ റോസപ്പൂ അല്ലേ? എന്നാലും ഒരു കുശുമ്പുണ്ട്. അപ്പൊ സേബാമോൺ, ഒരു വെറൈറ്റി പേര് വെച്ച് വന്നിരിക്കാനുള്ളത്. നമ്മൾ ആദ്യമായിട്ട് ഈ പേരൊക്കെ കേൾക്കുന്നത്. അതെ, എന്റെ പേരെല്ലാരും തെറ്റിക്കും. ആണോ? സെബാമോൺ എന്നോ? മോൻ എന്നൊക്കെ പറയും. സെബാമേട്ടെന്നൊക്കെ വിളിക്കും. എന്തിനാ എന്നെ കാണാൻ? എന്താണ് ഒരു ഞങ്ങക്ക് എനിക്കിതൊക്കെ പറഞ്ഞ ഭയങ്കര ടെൻഷനാണ്. അതെന്തിനാ? അത് എന്റെ പപ്പ എപ്പോഴും പറയും, ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ ചെറുതായിട്ട് മടി കാണിക്കുമ്പോ സ്റ്റീഫൻ ചേട്ടനെ കണ്ടുപഠിക്കണം, ആള് ഒരു ദിവസം 16 മണിക്കൂറൊക്കെ കീബോർഡ് പ്രാക്ടീസ് ചെയ്യും, അങ്ങനെ ഇവിടെ സത്യം പറഞ്ഞ ഞാൻ കുഴി മടിയാനടി. കൊച്ചിന്റെ മോട്ടിവേഷൻ കളഞ്ഞു. ചീത്ത കേട്ടിട്ടാണ് പഠിക്കുന്നത്. പേടിച്ചിട്ട് പഠിക്കണത്, വേറെ ഒന്നുമല്ല. അല്ലോട് പഠിക്കണം എന്നുള്ള ആഗ്രഹം. ഭയങ്കര ഒത്തിരി പ്രാക്ടീസ് ചെയ്യുന്ന അതൊക്കെ പറഞ്ഞു കൊടുക്കും പിള്ളേർക്ക്. അപ്പൊ അത് ഇൻസ്പിറേഷൻ. അതെ, അന്ന് മെമ്മറി ഒന്ന് മാറ്റട്ടെ. സത്യമായിട്ടും സ്റ്റീഫൻ ഞാൻ എത്ര നേരം ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യും? എന്റെ ഒരു ദിവസം തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ വീട്ടിലോ അല്ലെങ്കിൽ വർക്കിലിരിക്കുകയാണെങ്കിൽ വർക്കിനെയോ അല്ലെങ്കിൽ പ്രാക്ടീസിനെ ബേസ് ചെയ്തിട്ടാണ് ആ ജീവിതം. ആ ദിവസം പ്രാക്ടീസിന്റെ ഇടയ്ക്ക് ഭക്ഷണം, അല്ലെങ്കിൽ റെക്കോർഡിങ്ങിന്റെ ഇടയ്ക്ക് ഭക്ഷണം. പ്രൈമറി ആക്ഷൻ എന്ന് പറയുന്നത് സംഗീതമാണ്. ബേസിക്കലി എന്താ മോളെ, ഒരു തപസ്യയാണ് ഇതൊക്കെ. ചിലപ്പോൾ എന്താ വെച്ചാൽ നിന്റെ അച്ഛൻ ശരിക്കും പറഞ്ഞ ഒരു വിഷണറി ആണ്. അദ്ദേഹത്തിന് അറിയാം നീ പ്രാക്ടീസ് ചെയ്താൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ മകളെ, ഏത് പാട്ടാ പാടുന്നേ? ഈ മലർക്കന്യകൾ. എന്റെ മാമന്റെ പാട്ട്. ഓ, അപ്പൊ ബ്യൂട്ടിഫുൾ സോങ് ആണ്. സലിൽദ മ്യൂസിക്, അതായത് എഴുതിയത് ONV കുറുപ്പ് സാർ, ONV സാറ് പാടിയത് നമ്മുടെ സ്വന്തം ജാനകിയമ്മ. ഉഗ്രം പടം മദനോത്സവം. എത്രയോ പ്രാവശ്യം കണ്ട് വിങ്ങി പൊട്ടി കരഞ്ഞിട്ടുണ്ട്. 1978. യെസ്, സറീന വഹാബ് ആൻഡ് കമൽഹാസൻ. ബ്യൂട്ടിഫുൾ ഫിലിം. സലിൽദ, ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സാർ.
താങ്ക് യു സർ. ശവകുഞ്ഞെ എന്തോ സർ? കലക്കി, താങ്ക് യു സർ. നല്ല രസമായിരുന്നു. ഈ പാട്ട് എപ്പോൾ കേട്ട് കഴിഞ്ഞാലും നമുക്ക് എനർജി ഒരു എനർജി ഫീൽ ചെയ്യും. ഒരു ടൂറൊക്കെ പോയി നല്ല ഹാപ്പി മൂഡ്. അതെ, നമ്മൾ മാത്രമല്ല ഒരു ഗാനമേളയ്ക്ക് പാടിയാൽ തന്നെ അതിനകത്ത് ആൾക്കാർ രസിക്കും. അവരും കൂടെ പാടും. അതിലൊരു തുള്ളി എല്ലാവരും അങ്ങ് പാടും. പിന്നെ അതിന് പാർട്ടും പാടും. അപ്പം നന്നായിട്ട് പാടി. ഇതിനകത്ത് ഒരിടം